ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് 708 വിമാനം തകർന്നു വീണ് 110 യാത്രക്കാർക്ക് ദാരുണ അന്ത്യം. അപകടത്തിൽ മരിച്ച മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തേക്ക് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അർദ്ധസൈനിക വിഭാഗവും NDRF സംഘവും അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അഗ്നിശമന സേനയും മെഡിക്കൽ സംഘവും 20ലേറെ ആംബുലൻസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഇതിൽ 230 പേർ യാത്രക്കാരും 12 പേർ ജീവനക്കാരും. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി വിമാനത്തിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട്. യാത്രക്കാരിൽ 169 പേർ ഇന്ത്യൻ പൗരത്വവും 53 പേർ ബ്രിട്ടീഷ് പൗരത്വവും 7 പേർ പോർച്ചുഗീസ് പൗരത്വവും ഒരാൾ കന്നഡ പൗരത്വവും ഉള്ളയാളാണ്. യാത്രക്കാരിൽ ഒരാൾ മലയാളി ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 1:17 സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയായ മെഹാലി നഗറിലേക്ക് വിമാനം തകർന്നു വീണത്. ടേക്കോഫിന് പിന്നാലെ ലണ്ടനിലേക്ക് AI-171 ഡിംഡാൻ യാത്രാ വിമാനം മിനിറ്റുകൾക്കകം തകർന്ന് വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് ഏകദേശം 1 കിലോമീറ്റർ അകലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം വീണത്. അപകടത്തിന് നിന്ന് പുറത്ത് പുക ഉയരുന്നതിൻ്റെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. 11 വർഷം പഴക്കമുള്ളതാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം. വിമാനം തകർന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. അപകടത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. അമിത് ഷായും കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും അഹമ്മദാബാദിൽ എത്തും.